കോട്ടയം ജില്ലയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റോഡ് കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അതായത് നമ്മുടെ ഇല്ലിക്കലിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന ആ സ്ഥലമാണ് കേട്ടോ. എല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. രാവിലെ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന് കേട്ടോ. അപ്പോൾ ഒരു ചായ കുടിച്ച് രാവിലെ അവിടുത്തെ ഒരു ചായ കുടിക്കാന്നുള്ള കണക്കൂട്ടിലാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഇത് ഈരാറ്റുപേട്ടയാണേ. ഈരാറ്റുപേട്ടയിൽ നിന്ന് നമ്മൾ നേരെ വാഗമണിലുള്ള റോഡാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ 2-3 തവണ പോയിട്ടുണ്ട് ആ സ്ഥലത്ത്. അപ്പോൾ നമ്മുടെ ഡ്രോണിന് 2-3 വീഡിയോ എടുക്കാമെന്നുള്ള കണക്കൂട്ടിലാണ് മെയിനായിട്ട് അവിടെ പോകുന്നത്. നമുക്ക് എന്തായാലും പോയി നോക്കാം. അപ്പോൾ രാവിലെ ഒരു 7:45 7:45 ആയിട്ടേ ഉള്ളൂ. ഇത് തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ റോഡിലൊക്കെ. ഇത്ര രാവിലെ തന്നെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് റോഡിൽ. നല്ല തണുപ്പുണ്ട് ഗൈസ്. ഞാനിങ്ങോട്ട് വരുന്ന സമയത്ത് പാലാ വരെയൊക്കെ വലിയ കുഴപ്പമില്ലാത്ത ക്ലൈമറ്റൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല രീതിയിൽ മൂടി കിടക്കുവാണേ. നല്ല മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഡ്രോണ് വാങ്ങിച്ചു കഴിഞ്ഞ് കുറച്ച് സ്ഥലത്തൊക്കെ പോയി വീഡിയോ എടുക്കണമെന്നോ ഇങ്ങനെ എൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലൊരു സ്ഥലമാണ് കേട്ടോ ഈ സ്ഥലം. ഞാൻ നേരത്തെ തൊട്ട് ഇങ്ങനെ ആഗ്രഹിച്ചൊരു സ്ഥലമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ തീക്കോയി എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. ഇത് തീക്കോയി. ഇവിടുന്ന് നമുക്ക് തിരിഞ്ഞാണ് പോകേണ്ടത്. ഇവിടുന്ന് ഇടത്തോട്ടാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. അപ്പം നമ്മൾ ഡ്രോണൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞ് അതായത് ഇവിടുന്ന് ഇടത്തേക്ക് തിരിഞ്ഞാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. ഇവിടുന്ന് നമുക്ക് ഇല്ലിക്കല്ല് പോവാം. അതുപോലെ തന്നെ ഇലവിഴ പൂഞ്ചിരയൊക്കെ പോകുന്ന റോഡാണ് കേട്ടത്. അടിപൊളി റോഡ്, നല്ലപോലെ പണിതിട്ടേക്കുന്ന റോഡാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഡ്രോൺ വാങ്ങിച്ച് കഴിഞ്ഞ് കുറച്ച് സ്ഥലങ്ങൾ പോയി വീഡിയോ എടുക്കണമെന്ന് എൻ്റെ ലിസ്റ്റിൽ ഇങ്ങനെ ഉണ്ട്. നമ്മളിവിടെല്ലാം വന്ന് നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. എന്നാലും അവിടെയൊക്കെ പോയി ഡ്രോണിൻ്റെ വീഡിയോ കൂടി എടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള സ്ഥലങ്ങളിലൊരു സ്ഥലമാണ് ഈ ഇല്ലിക്കല്ല് കേട്ടോ. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി രാവിലെ പോവുകയാണേ. കാറ്റുണ്ടെങ്കിൽ ചിലപ്പോൾ വലിയ പാടായിരിക്കും. അവിടെയൊക്കെ നല്ല കാറ്റുള്ള സ്ഥലങ്ങളാണ് ഇല്ലിക്കല്ലൊക്കെ. കാറ്റുണ്ടെങ്കിൽ ചിലപ്പോൾ നടക്കാൻ ചാൻസ് കുറവാണ്. എന്നാലും നമുക്ക് നോക്കാം. ഇപ്പം രാവിലെയൊക്കെ ആയതുകൊണ്ട് വലിയ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. രാവിലത്തെ കാറ്റ് അങ്ങനെ അധികം അടിക്കാറില്ലല്ലോ. നല്ല റോഡാണ് കേട്ടോ ഇവിടെയൊക്കെ പണിതിട്ടിരിക്കുന്നത്. വണ്ടിത്തിരക്കൊന്നും അധികം ഇല്ലാത്തത് കൊണ്ട് തന്നെ റോഡൊക്കെ നല്ല ക്ലീനായിട്ടാണ് കിടക്കുന്നത്. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ റോഡ് കിടക്കുന്നത് കേട്ടോ. ഇവിടുന്ന് നല്ല കുത്തനെ കയറ്റമാണ്. ഭീകര കയറ്റമാണ് കേസ്. നല്ല കയറ്റമാണ് കേട്ടോ. നോർമലായിട്ടുള്ളൊരു കയറ്റമൊന്നുമല്ല. നല്ല കുത്തനെ മുകളിലോട്ട് കിടക്കുന്ന റോഡ്. ഇവിടെ ഇപ്പം ഓഫ് റോഡ് കൂടി ആയിരുന്നെങ്കിൽ പണിയായനെ. വലിയ പാടാണ് കയറിപ്പോകാൻ. ഇതുണ്ടോ നല്ല റോഡായതുകൊണ്ട് ആ ഒരു വിഷയമില്ല. നമുക്ക് വിട്ട് കയറിപ്പോവാം. നമ്മളങ്ങോട്ട് വലിയ കുന്നിൻ്റെ മുകളിലോട്ട് ചെന്ന് കയറുന്ന ഒരു ഫീലാണ് കേട്ടോ. അല്ല അങ്ങനെ തന്നെയാണ് എപ്പോഴും. കുന്നിൻ്റെ മുകളിലോട്ട് തന്നെയാണ് കയറി പോകുന്നത്. എന്നാലും ഞാനങ്ങ് പറയുമായിരുന്നു വലിയ കുത്തനെയാണ് കയറ്റം കേട്ടോ. ഇതാണ് നമ്മുടെ തലനാട് എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. തലനാട് നമുക്ക് ഇവിടുന്ന് വലത്തേക്കാണ് കയറി പോകേണ്ടത്. നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇലവിഴ പൂഞ്ചിറയൊക്കെ പോകാമെന്ന് എനിക്ക് തോന്നുന്നു. അതിലേ കൂടെ ഇല്ല, ഞാൻ ഇലവിഴ പൂഞ്ചിറ അപ്പുറത്തൂടെ പോയിട്ടുള്ളത് കേട്ടോ. ഇതിലെ കൂടെ പോകാം, ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിങ്ങനെ നേരെ കയറി പോവേ. അങ്ങനെ നമ്മൾ പറഞ്ഞ സ്ഥലത്തിൻ്റെ തൊട്ട് താഴെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടോ, നോക്കി കിടുക്കൻ വ്യൂ അല്ലേ. നോക്കി ക്യാമറയിൽ എത്രത്തോളം ആ ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും കിടിലൻ ഒരു വ്യൂ ആണ് കേട്ടോ. ഇവിടെ ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ അടിപൊളി ഒരു വ്യൂവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമുക്ക് എന്തായാലും ഇതിനേക്കാളും ഭീകര വ്യൂ മുകളിലാണ്. നമുക്ക് മുകളിലോട്ട് പോവാം. ഇത് കണ്ടോ ഇങ്ങനെ പുല്ല് കയറി കിടന്നിട്ടേ. ഇതിനെന്താണ് പേര് പറയുന്നത്? ഒരുമാതിരി കാട്ടുപള്ളി എന്നൊക്കെ പറയുന്ന സാധനം. നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ. സൂര്യനൊന്നും ഇതുവരെ ഉദിച്ചിട്ടുണ്ട്. പക്ഷേ മേഘം കാരണം വെയിലൊന്നും വന്നിട്ടില്ല. നമ്മൾ ഈ കയറി പോകുന്ന ഈ മലയുടെ ചുറ്റിനും
മൊത്തത്തിൽ ഇങ്ങനെ കോടമഞ്ഞും ഒക്കെ നിൽക്കുന്ന കാരണം കേട്ടോ അടിപൊളി റോഡൊക്കെ അല്ലേ കണ്ടോ, നല്ല രസമല്ലേ കണ്ടോ. നമ്മളങ്ങനെ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട് ഗെയ്സ്, ഏറ്റവും മുകളിലെത്തിയിട്ടുണ്ട്. നോക്കി ആകാശത്തോട്ട് കിടക്കുന്ന പോലെ തോന്നില്ലേ വഴി. നമ്മളവർക്ക് ഇപ്പോൾ അവിടെ കൊണ്ട് തീരുമാനിക്കുന്നു പറഞ്ഞു കേട്ടോ. അടിപൊളി, നമ്മൾ ഇതേടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട് ഗെയ്സ്. ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം. ഇത് കണ്ടോ കേസ്, ഇവിടുത്തെ ഒരു ആംബിയൻസും ഇവിടുത്തെ ഒരു വൈബും കണ്ടോ. ഇവിടുന്ന് താഴോട്ട് നോക്കിയാൽ കാണുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ. കാരണം ഈ മൊബൈലിനകത്തൂടെ ഇതിങ്ങനെ എടുക്കുന്ന സമയത്ത് എത്രത്തോളം വിസിബിൾ ആവുമെന്ന് എനിക്കറിയത്തില്ല. ഇത് അവിടെയൊക്കെ നമുക്ക് നല്ല ഈരാറ്റുപേട്ട ടൗണൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇവിടെ അടിപൊളിയാണേ. ഇങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു വഴി കാണത്തില്ല കേസ്. ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ഭാഗങ്ങളൊക്കെ നമ്മുടെ പുള്ളിക്കാനും വാഗമണ്ണൊക്കെ ആ ഒരു ഏരിയയൊക്കെയാണ്. പക്ഷേ ഉണ്ടല്ലോ ഇവിടെ ഇന്നാലും ഒരു ഭാഗം കാണത്തില്ല. ഫുള്ള് മഞ്ഞ് കോട ഇങ്ങനെ കയറിയിട്ട് ഫുള്ള് കോടയാണ് കേട്ടോ. അടിപൊളി. ഇവിടെ നോക്കി ഇല്ലീഗലിൻ്റെ മോള് ഭാഗം ഒന്നും കാണത്തില്ല കേട്ടോ, ഫുള്ള് കോടയാണ്. ഒരു രക്ഷയില്ല, പൊളി. അല്ലാത്തൊരു വൈബാണ്. രാവിലെ ഇങ്ങനെ വരുന്ന സമയത്തുണ്ടല്ലോ പ്രത്യേക ഒരു മൂഡാണ് കേട്ടോ. നോക്കി അടിപൊളിയാണ്, ഫുള്ള് കോട കയറിയിട്ട്. അവിടെയൊക്കെ മുഴുവൻ മലനിരകളാണ് കേട്ടോ. ഇച്ചിരി കഴിഞ്ഞ് ചിലപ്പോൾ മാറുമായിരിക്കും. അപ്പം ഞാൻ നോക്കി കാണിച്ചു തരാം. നമ്മുടെ മർമ്മല വെള്ളച്ചാട്ടമൊക്കെ അവിടെ കാണാം കേട്ടോ. അതുകൊണ്ടോ കണ്ടോ, അവിടെ കണ്ടോ, അടിപൊളി. എന്തായാലും പൊളി മൂടാണ്. ഇപ്പോൾ ആ ഭാഗമൊക്കെ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അടിപൊളിയല്ലേ. എനിക്ക് ആ ഭാഗമൊക്കെ പുള്ളിക്കാനും ആ ഭാഗമൊക്കെയാണ് കേട്ടോ ആ കാണുന്നതൊക്കെ. അവിടെ നമുക്കൊരു ദിവസം പോയിട്ട് ഇങ്ങോട്ടുള്ള വ്യൂ കാണിച്ചു തരാം. അടിപൊളി വ്യൂ ആണ്. നമ്മുടെ വേറൊരു വീഡിയോയിൽ അത് ഉണ്ട്, പക്ഷേ ഞാനത് അന്ന് അത്രയും ക്ലിയർ ആയിട്ടൊന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയൊന്നുമില്ല. എന്തായാലും ഇത് പൊളി വ്യൂ ആണ് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് കാണുന്ന ആ വ്യൂ ഒക്കെ. ഇത്ര നേരം അവിടെ മൊത്തം കോടയായിരുന്നു. കാരണം ഇത് കണ്ടോ, കോട അടിച്ച് കയറുന്നുണ്ടോ കാറ്റ്. ഭയങ്കര കാറ്റാണ് കണ്ടോ, നല്ല കാറ്റാണേ, ഒരു രക്ഷയില്ലാതെ കാറ്റാണ്. രാവിലെ ആയതുകൊണ്ടേ ഭയങ്കര തണുപ്പ്. സമയം ഒരു 8 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ. 8 മണി ആയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ വെളുപ്പിന് ഇറങ്ങിയത് കേട്ടോ. അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ല. വല്ലാത്തൊരു മൂടാണേ. നമുക്ക് ആ മുകളിലെ ചായക്കടയിൽ പോയി ഒരു ചായ കുടിക്കാം. ചായക്കടയും തുറന്നിട്ടില്ലെന്നാ തോന്നുന്നത് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ ചായ കുടിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ, ഒരു രക്ഷയില്ല കേസ്. സമയം ഇപ്പോൾ 8:30 ആയിട്ടുണ്ട് കേട്ടോ. സൂര്യനൊന്നും ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. താഴെയൊക്കെ വെയിലുണ്ട് കേട്ടോ. അങ്ങ് ദൂരെയൊക്കെ നോക്കിയാൽ ചെറിയ വെയിലൊക്കെ കാണാം. അടിപൊളി. കഴിക്കട്ടെ കേസ്, ഒരു രക്ഷയില്ല. ഭയങ്കര രസം കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാലേ ഡ്രോണിൻ്റെ 2 ഷോട്ടൊക്കെ എടുക്കണമെന്ന് കരുതി വന്നതാണ്. പക്ഷേ ഡ്രോൺ ഇവിടെ പറപ്പിച്ചിട്ട് അങ്ങോട്ട് സെറ്റാവുന്നില്ല. ഭയങ്കര കാറ്റാണ്. കാറ്റിൻ്റെ കൂടെ പോവുക ഇത് കേട്ടോ. ഇവിടുന്ന് ഞാൻ താഴോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ വള്ളിയാണ് കേട്ടോ. അതുകൊണ്ട് എനിക്കൊരു ടെൻഷൻ. ഡ്രോണിങ്ങനെ കുറച്ച് ഞാനിങ്ങനെ ഫ്ലൈ ചെയ്ത് നോക്കി, കുറച്ച് പൊക്കത്തിലേ. അപ്പോൾ അതിങ്ങനെ കിടന്ന് കളിക്കുക. എനിക്ക് അതിൻ്റെ കളി കണ്ടൊരു സങ്കടവും പേടിയും എല്ലാം കൂടി തോന്നിയിട്ട് ഞാനങ്ങ് നിർത്തി കേട്ടോ. നോക്കട്ടെ, എന്തായാലും ഇവിടുന്ന് പോകുന്നതിന് മുന്നേ കാറ്റ് കുറേ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്ത് കാണിക്കാവേ. അടിപൊളി കുറേ കിടിലൻ ഷോട്ട് കിട്ടും. പക്ഷേ നമ്മളെ ഇരിക്കുന്ന മിനി ഡ്രോൺ ആയതുകൊണ്ടേ കാറ്റത്തൊന്നും പറ്റത്തില്ല. അത് ചെറിയ ഡ്രോണല്ലേ. അപ്പോൾ ചായ കുടിക്കട്ടെ കേട്ടോ. ഇവിടെ നോക്കിയതേ അങ്ങ് താഴെ ചെറിയ പള്ളിയെ കാണാം കേട്ടോ. ഇതൊക്കെ എവിടെയാണോ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറഭാഗം പുള്ളിക്കാനം വാഗമണ്ണ് ആ ഏരിയയൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളി ഒരു കാഴ്ചയാണ്. ഇതുപോലെ കാറ്റാണ് കേട്ടോ. ഇത് കണ്ടോ കിടന്ന് കളിക്കുന്നത് കേട്ടോ. ഇത്രയും കാറ്റത്ത് നമ്മൾ ഡ്രോൺ അങ്ങോട്ട് നിൽക്കുന്നില്ലെന്നുള്ളതാണ്. ഞാനോർത്ത് ഞാൻ വരുന്ന സമയത്ത് ഇവിടെ ആരും കാണത്തില്ലായിരിക്കുന്നു ഓർത്ത്. പക്ഷേ രാവിലെ തന്നെ 2-3-4 കാറുകളൊക്കെ കിടപ്പുണ്ട്. കുറച്ച് പേര് അതിൻ്റെ മുകളിലോട്ട് പോയി കയറിയിട്ടുമുണ്ട്. അപ്പോൾ എന്നെ പോലെ തന്നെ ഭ്രാന്തുള്ള ആൾക്കാർ വേറെ ഉണ്ടെന്നുള്ളതാണ്.
ഇവിടുത്തെ കാറ്റ് കാരണം ദേ വണ്ടി വരെ സ്റ്റാൻഡിൽ ഇരുന്ന് അനങ്ങുന്നുണ്ട് കേട്ടോ. അതുപോലെ കാറ്റാ. വണ്ടി ദേ ഇങ്ങനെ ഇരുന്ന് അനങ്ങുന്നുണ്ടേ. താഴെ പോകത്തില്ല, ഇങ്ങനെ കണ്ടാൽ അറിയത്തില്ല. നല്ല കാറ്റ് വരുമ്പോൾ ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ ഇരുന്ന് അനങ്ങുന്നു. ഗൈസ്, ഞാനിവിടെ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാറ്റൊന്ന് കുറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വിഷ്വൽ എടുക്കാന്നുള്ള കണക്കൂടില്ലായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞിട്ട് രാവിലത്തെ വരവിൻ്റെ ഉദ്ദേശം തന്നെ ഡ്രോണിലൊരു വീഡിയോ എടുക്കുക, അതുപോലെ തന്നെ ഒരു ചായ കുടിക്കുക എന്നുള്ള 2 കണക്കൂടിലാണ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പം ചായ കൂടി നടന്നു, നമ്മുടെ ഡ്രോൺ പരിപാടി നടന്നില്ല. കാരണം ഭയങ്കര കാറ്റാണ് കേട്ടോ. കണ്ടോ, ഒരു രക്ഷയില്ലാത്ത കാറ്റ്. അപ്പം ഞാൻ ഒരുപാട് നേരം ഇവിടെ വെയിറ്റ് ചെയ്തു. കാറ്റങ്ങനെ കുറഞ്ഞ സമയത്ത് ജസ്റ്റ് പെട്ടെന്നൊന്ന് ഫ്ലൈ ചെയ്തിട്ട് എടുക്കാമെന്നുള്ള കണക്കൂട്ടിലായിരുന്നു. പക്ഷേ നടന്നില്ല. ഇതിൻ്റെ ഈ റോഡുണ്ടല്ലോ, ഈ റോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളഞ്ഞാണ് കേട്ടോ. അത് ഒരു അടിപൊളി ഒരു കാഴ്ചയാണ്. പക്ഷേ നിങ്ങളതിൻ്റെയൊക്കെ വിഷ്വൽ കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാലും എനിക്ക് എൻ്റെ ചാനലിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പോസ്റ്റ് ചെയ്യാന്നുള്ള കണക്കൂട്ടിലാണ് വന്നത്. പക്ഷേ നടന്നില്ലത്. ഒരുപാട് നേരമായിട്ട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇനിയും വെയിറ്റ് ചെയ്യുന്നതിനകത്ത് കാര്യമില്ല. നമ്മളിവിടെ സന്ധ്യ വരെ എന്നു പറഞ്ഞാൽ കാറ്റ് കുറയാൻ പോകുന്നില്ല. അടിപൊളി കാറ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ചിലപ്പോൾ ആണ് നടക്കുകയില്ല, ചിലപ്പോൾ ഭാഗ്യം കൊണ്ട് കിട്ടുമായിരിക്കും. കാരണം നമ്മുടെ മിനി ഡ്രോൺ അല്ലേ, ഇത് കാറ്റിനനുസരിച്ച് ചിലപ്പോൾ അങ്ങ് വിട്ടുപോകും. ഞാനിപ്പോൾ ഒന്ന് ഫ്ലൈ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു സൈഡിലോട്ട് പോവാണ് കേട്ടോ. നമ്മുടെ റിമോട്ടുമായിട്ട് ഒരു കൺട്രോളും ഇല്ലാതെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ കാറ്റിങ്ങനെ ഇങ്ങനെ ഒരു സൈഡിലോട്ട് കൊണ്ടുപോകും. അപ്പം എനിക്കൊരു ചെറിയൊരു ടെൻഷൻ ആയത് കാരണം ഞാൻ പിന്നെ പറത്തിയില്ല. കാരണം അങ്ങോട്ടൊക്കെ പോയി ക്രാഷ് ആയി കഴിഞ്ഞാൽ നമുക്ക് പോയി എടുക്കാനായിട്ട് ഭയങ്കര പാടാണ്. കാരണം ഇങ്ങോട്ടൊക്കെ വലിയ കൊക്കയാണ്, എങ്ങോട്ട് നോക്കിയാലും കുഴിയാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടെങ്ങാനും പോയി വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എടുത്തുകൊണ്ട് വരാമൊക്കെ ഭയങ്കര റിസ്ക്കാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിന് മുതിരാഞ്ഞത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ, ഇത്ര ചെറിയൊരു വീഡിയോ, കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. നമ്മൾ ഈ ഇല്ലീഗലിൻ്റെയൊക്കെ ഫുൾ വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മളിതേണ്ട ഈ ആ കാണുന്ന കുന്നിൻ്റെയൊക്കെ ഏറ്റവും ടോപ്പിൽ കയറി അങ്ങ് അപ്പുറത്തെ ഇല്ലിക്കലിൻ്റെ ഭാഗത്തൊക്കെ പോകുന്നതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ ഭയങ്കര അഡ്വഞ്ചറായിട്ടുള്ള വീഡിയോ ഒക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. കണ്ടിട്ടില്ലാത്തവർ കയറി കാണണം. കിടിലൻ വീഡിയോ ഒക്കെയാണ്. അതൊക്കെ ചുമ്മാ അവിടെ കിടക്കുക, ആർക്കും വേണ്ടത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.